ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് പലരും ചോദിച്ചു, ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ചേച്ചി, ഇത് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നുള്ള അഭിപ്രായം എന്നോട് ചോദിച്ചു. അതിനുള്ള മറുപടിയാണ് ഞാനിന്ന് പറയുന്നത്. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായ ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിലിറങ്ങിയാൽ വിജയം കൈവരിക്കാൻ പറ്റും. കാര്യം നമ്മൾ നിരാശപ്പെടാതിരിക്കുക. നമ്മൾ ഇറങ്ങിയ കാര്യം അത് വിജയിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ മാറത്തുള്ളൂ എന്നുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. പിന്നെ ഇതിൽ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ പലവിധ കമൻറ്റുകളും വരാം. അതിലൊന്നും നമ്മളത് കാര്യമാക്കാൻ പോകണ്ട. കാര്യം അത് പല വ്യക്തികളല്ലേ, പല അഭിപ്രായങ്ങളും വരാം. അതൊന്നും നമ്മളത് കാര്യമാക്കാൻ പോകണ്ട. നമ്മൾ ഇറങ്ങിയേക്കുന്ന കാര്യത്തിൽ നമ്മളത് വിജയിപ്പിച്ചെടുക്കുവാൻ തന്നെ ഒരു ലക്ഷ്യം ബോധം നമുക്കുണ്ടായിരിക്കണം. 100% ഞാൻ പറയുന്നു, എന്നെപ്പോലെ ഒരു വീട്ടമ്മയായുള്ള ഞാൻ ഇതിനകത്ത് ഇറങ്ങി തിരിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയിച്ച് തന്നെ മുന്നേറാമെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അത് ഞാൻ ആദ്യമേ പറഞ്ഞു, പലവിധ കമൻറ്റുകളും വരും. അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. നമ്മൾ തെളിക്കുന്ന പാതയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അത് വിജയത്തിൽ എത്തും തന്നെ ഞാനത് നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. പിന്നെ നമ്മൾ ഈ കടമ്പ എന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യമല്ല. അത് കുറച്ച് നമ്മൾ ഇതിന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് തന്നെ പോകണം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 1000 സബ്സ്ക്രൈബർമാരെ ഒപ്പിക്കുക എന്നുള്ളതാണ്. 1000 സബ്സ്ക്രൈബർമാരും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ 4000 മണിക്കൂറും തികയ്ക്കണം. അതൊക്കെ നമ്മൾക്കായിക്കോളും. നമ്മൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 പേരെ പിടിക്കും. ഒരു ദിവസം വെച്ച് ഒരു 10 പേരെ പിടിച്ചാലും 10 ദിവസം ആകുമ്പോൾ 100 പേരാവും. അങ്ങനെ നമുക്ക് ഇത് 1000 പേരെ ആക്കാൻ പറ്റും. എങ്ങനെയായാലും ആക്കാൻ പറ്റും. അതിനും ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ വീഡിയോകൾ ആദ്യം ഇടുക. അതുപോലെ തന്നെ ഷോർട്സ് ഡെയിലി, ഫസ്റ്റ് എന്ന് പറയുന്ന കാര്യം തന്നെ നമ്മൾ ഷോർട്സ് ഡെയിലി ഇടണം. അതാണ് മെയിൻ കാര്യം. ഒരു ദിവസം പോലും ഇടാതിരിക്കരുത്. അതുപോലെ ഷോർട്സ് ഡെയിലി ഇടുക. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ചെറിയ വീഡിയോകൾ ഇടുക. അങ്ങനെയൊക്കെ നമ്മൾ ഇട്ടുപോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾക്ക് വ്യൂസ് കുറവായിരിക്കും. ചിലപ്പം 50 പേര് കാണുമായിരിക്കും, ചിലപ്പോൾ 100 പേരായിരിക്കും കാണുന്നത്. പക്ഷേങ്കിൽ ആ വ്യൂസ് കുറവാണെന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടാതിരിക്കുക. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 100 ചിലപ്പോൾ 100 പേര് 200 ആവും. അങ്ങനെ പലര് കണ്ട് അത് നമ്മുടെ വീഡിയോ കയറിപ്പോകും. ഒരു ദിവസം എന്തായാലും ഒരു വീഡിയോ എങ്കിലും ക്ലിക്കാവും. നമ്മൾ ആഴ്ചയിൽ എന്തായാലും ഓരോ ദിവസവും ഓരോ ഷോർട്സ് വെച്ച് ഇടണം. അതുപോലെ തന്നെ ആഴ്ചയിലാണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാലും, നമുക്ക് ചെറിയ രീതിക്കാന്ന് പറഞ്ഞാലും നമ്മളാണെങ്കിൽ ലോങ് വീഡിയോ ഇടണം. അപ്പോൾ അങ്ങനെ നമുക്ക് മണിക്കൂറുകൾ തികയുന്നത്. അങ്ങനെ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുക. പിന്നെ അതുപോലെ പലവിധ കമൻറ്റുകളും വരും. അതിനെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട. അത് കമൻറ്റുകൾ വരുമ്പോൾ നമ്മളത് നിരാശപ്പെട്ട് അത് നിർത്താനും ഒന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. നമ്മൾ മുന്നോട്ട് പോകുക. ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്കാവും. അത് ഞാൻ പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും എന്ത് വീഡിയോ ഇടാൻ പറ്റും, ഏതിട്ടാൽ കയറിപ്പോവും, എങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ വലിയ ഇതായിട്ടൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷേങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇട്ടാൽ മതി. അല്ല നല്ല വലിയ എഡിറ്റ് ചെയ്താലേ അതൊക്കെ കയറിപ്പോകത്തുള്ളൂ. നല്ല രീതിക്ക് ചെയ്താലേ കയറിപ്പോകത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ നല്ല രീതിക്ക് എല്ലാം ചെയ്തിടുന്ന വീഡിയോ ചിലപ്പം കയറാതിരിക്കും. ചിലപ്പം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഇടുന്ന വീഡിയോ ആയിരിക്കും നമുക്ക് കയറിപ്പോകുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, വലിയ കാര്യമായിട്ടൊക്കെ പിടിച്ച് നമുക്ക് നല്ല ഇത് കാണും, ഈ വീഡിയോ കയറിപ്പോകുന്നു. പക്ഷേ അങ്ങനെയുള്ള വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തത് ഏതായാലുമൊക്കെ ആയിരിക്കും കയറിപ്പോകുന്നത്. ജനങ്ങൾക്ക് പലരും പല രീതിയിലുള്ള, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചെറുതായിട്ട് ഒരു കാര്യവും ഇല്ലാത്ത വീഡിയോ ആയിരിക്കും ചിലപ്പോൾ കയറിപ്പോകുന്നത്. അങ്ങനെ ചെറിയ വീഡിയോ ഇട്ടു പോയാൽ മാത്രം മതി. അതിനകത്തിലാണെങ്കിൽ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചെറിയ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. ചിലരൊക്കെ കണ്ടിട്ടില്ലയോ, ചില വീഡിയോകളാണെങ്കിൽ എന്തെങ്കിലും ചെറിയതായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും അതൊക്കെ അങ്ങോട്ട് കയറിപ്പോകുന്നത്. അങ്ങനെ നിങ്ങൾ നിരാശപ്പെടാതെ ഇങ്ങനെ വീഡിയോ ഇട്ട് വരും. നമുക്കാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ ചുമ്മാതിരിക്കുന്ന വീട്ടമ്മമാർ, അതുപോലെ തന്നെ അങ്ങനെ ചുമ്മാതിരുന്ന് നേരം കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മൾക്ക് ഈ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വരുമാന മാർഗ്ഗമാവുകയും ചെയ്യും. നമ്മൾക്കാണെന്ന് നമ്മുടേതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലാതാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയുമല്ലേ. നമുക്ക് അങ്ങനെ സമയം കളയുന്നവർ
കാണുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പിന്നെ ഇതാണ് നമുക്ക് ഇറങ്ങിയാൽ മതി. നമ്മൾ ഇത് നമുക്കൊരു ചെറിയ വരുമാന മാർഗമാകും എന്തായാലും ഇത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ചാനൽ മോണിറ്റൈസ് ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. അതിന് ഞാൻ ആദ്യമേ ഫസ്റ്റ് പറഞ്ഞു 1000 സബ്സ്ക്രൈബർമാർ വേണം. അതുപോലെ തന്നെ 4000 മണിക്കൂറും തയ്ക്കണം. 1000 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പിന്നെ നമ്മൾക്ക് അറിയാവുന്നവരോടൊക്കെ നമ്മൾ പറയുക. നമുക്ക് അതിനകത്ത് നാണം വിചാരിക്കേണ്ട കാര്യമില്ല. അറിയാവുന്ന ആൾക്കാരോട് പറയും, ഞാൻ ഇതുപോലൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അത് പലരും സഹായിക്കും. അങ്ങനെ നമ്മൾ പലരോട് പറയുമ്പോൾ അത് നമ്മൾക്ക് അവർ ചെയ്തു തന്ന അങ്ങനെ അത് ഷെയർ ചെയ്തൊക്കെ നമ്മൾക്കത് 1000 പേരെ ആക്കാൻ പറ്റും. എനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബർമാർ ഞാൻ കാണുന്ന ആൾക്കാരോടെല്ലാം ഞാൻ പറയുമായിരുന്നു. പറഞ്ഞ് അങ്ങനെ ചെയ്താണ് എനിക്ക് അങ്ങനെ ആയത്. അങ്ങനെ നമുക്ക് മോണിയാകും. പിന്നെ 1000 സബും മതി. അതുപോലെ തന്നെ 4000 മണിക്കൂറും ആകുമ്പോൾ തന്നെ മോണിറ്റൈസേഷൻ കിട്ടും. ആ മോണിറ്റൈസേഷൻ കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇതാണെങ്കിൽ ഈ ഇടുന്ന വീഡിയോയിൽ കൂടെയും അതുപോലെ തന്നെ ഷോർട്സിൽ കൂടെയും വലിയ വീഡിയോയിൽ കൂടെ ഒക്കെ നമുക്ക് ചെറിയ രീതിക്ക് ഡോളർ കയറാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾക്ക് $100 തികയ്ക്കണം. $100 തികച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ ക്യാഷ് കിട്ടാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്കൊരു മനസ്സന്തോഷം കിട്ടുകയും ചെയ്യും. നമ്മളാണെങ്കിൽ പിന്നെ ഡെയിലി ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി വീഡിയോ ഇടണം. നമ്മളെ അതുപോലെ തന്നെ ലോങ് വീഡിയോ പിന്നെ ഇട്ട് കയറിപ്പോയാൽ ഏറ്റവും നമുക്ക് പ്രയോജനം കിട്ടുന്നത്. ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഇത്ര അതിനകത്ത് വലുതായിട്ട് നമുക്ക് പിന്നെ ഡോളറൊന്നും കയറാൻ ഇല്ല. 4 ലക്ഷങ്ങളൊക്കെ പിന്നെ ഷോർട്സൊക്കെ കയറിപ്പോയാൽ നമുക്ക് ഡോളർ കയറത്തുള്ളൂ. അത് ചെറിയ രീതിക്ക് ഡോളർ കയറത്തുള്ളൂ. അതുപോലല്ല ലോങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കയറിപ്പോവാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഡോളർ കയറും. അതാണ് നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ കൂടി ഞാൻ പിന്നെ ഫസ്റ്റ് തുടക്കം മുതലേ ഞാൻ ഫസ്റ്റ് ഇട്ടത് ഞാൻ ലോങ് വീഡിയോ തന്നെയാണ്. എൻ്റെ ലോങ് വീഡിയോ ആണ് എൻ്റെ കയറിപ്പോയത്. ലോങ് വീഡിയോ കയറിപ്പോയാൽ എനിക്ക് ഡോളർ നന്നായിട്ട് കയറാൻ തുടങ്ങി. ഇനി ഷോർട്സിൽ കൂടെ എനിക്ക് അധികം ഡോളറൊന്നും കയറുന്നില്ല. അധികം ആൾക്കാർ ആദ്യം ഫസ്റ്റൊന്നും ഞാൻ പിന്നെ എനിക്ക് അറിയാൻ മേലായിരുന്നു. ആദ്യമൊന്നും ഞാൻ പിന്നെ ഷോർട്സ് ഇടുന്നില്ലായിരുന്നു. എന്നാൽ ഷോർട്സ് ഇടണമെന്നുള്ള അതിലെ കൂടെ എന്നുള്ളത് എനിക്ക് അത്ര അറിവില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഡെയിലി ഷോർട്സ് ഇടണം. ഷോർട്സിൽ കൂടെ നമുക്ക് പ്രയോജനം കിട്ടുമെന്ന് പറഞ്ഞാൽ സബ് കൂടി കിട്ടും. അതാണ് ഏറ്റവും വലിയ എന്തോന്ന് കിട്ടുന്നത്. പിന്നെ ഷോർട്സ് നമുക്ക് കയറി പോകണമെങ്കിൽ ലക്ഷങ്ങളൊക്കെ കയറി പോകുമ്പോഴാണ് നമുക്ക് അതിൽ കൂടെ പ്രയോജനം കിട്ടുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഡെയിലി ഷോർട്സ് ഇടാൻ നോക്കണം. അപ്പോൾ സബ് കൂടുകയും ചെയ്യും. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ അത് ആ ഷോർട്സ് ചിലപ്പോൾ കയറി വൈറലായി കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല പ്രയോജനം കിട്ടുകയും ചെയ്യും. അതുപോലെ ഡെയിലി നമ്മൾ പിന്നെ ഷോർട്സ് ഇടുക. ഡെയിലി എന്ന് പറഞ്ഞിട്ട് ചെറുതെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രയോജനമാണ്. പെട്ടെന്ന് തന്നെ നമുക്കതിനകത്തിൽ ഡോളർ കയറുന്നതാണ്, പരസ്യം കയറി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരിക്കലും നിരാശപ്പെടരുത്. പിന്നെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരും. നമ്മളങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാൻ പോകരുത്. ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. ആരുടെ അഭിപ്രായം ചോദിക്കാനും പോകരുത്. നമുക്ക് ആഗ്രഹം കൊണ്ട് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾ ഇറങ്ങി ചാനൽ തുടങ്ങുക. പിന്നെ ഞാൻ പറയുന്ന കൂടുതലും പറയുന്നത് നമ്മൾ ബന്ധുക്കാരോടും വീട്ടുകാരോടൊക്കെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചെയ്യുന്നെന്ന് പറഞ്ഞു കൊടുത്ത് ലിങ്ക് ഒന്നും കൊടുക്കാതിരിക്കുക തന്നെ ചെയ്യുന്ന കാര്യമുണ്ട്. പിന്നെ അന്നേരം പല അഭിപ്രായങ്ങൾ വരും, ഇല്ലയോ? അങ്ങനെയാണ്. അപ്പം നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവുകയും ചെയ്യാം. നമുക്ക് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ പഴിക്കാത്ത രീതിയിൽ നമുക്ക് വീഡിയോകൾ ചെയ്തു പോയാൽ നല്ലത് തന്നെയാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വയമായിട്ടുള്ള കണ്ടൻറ്റ് കണ്ടെത്തി അങ്ങനെ ചെയ്തു പോയാൽ അത് വിജയിക്കുക തന്നെ. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട കേട്ടോ. ഞാൻ പറയുക, ചിലരൊക്കെ ചാനൽ തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്നുണ്ട്. എൻ്റെ ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല, റീച്ച് ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട. എപ്പോഴേലും ഒരെണ്ണമെങ്കിലും എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇട്ടിട്ട് പോകുമ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം റീച്ച് ആയിരിക്കും. അത് കയറി പോകും എപ്പോഴേലും. അതിനാ പറഞ്ഞാൽ ഡെയിലി നമ്മൾ വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിപ്പോയേ നിങ്ങൾ വിജയിച്ചിരിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരി എനിക്ക് ഒരു വക ഇതിനകത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു കാര്യം അറിയാതെ നമ്മൾ ഞാൻ ഒരു സമയം പോക്കിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ പക്ഷെങ്കിൽ എന്തോ കുറച്ച് ദൈവാധീനം കൂടെ ഉണ്ടായിരുന്നു, അത് കയറി പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളാരും സഹോദരങ്ങളോട് പറയുക, നിങ്ങളാരും നിരാശപ്പെടേണ്ട, ധൈര്യപൂർവ്വം ഇറങ്ങും. നിങ്ങൾക്കൊരു വരുമാന മാർഗമാകും. ചെറുതെങ്കിലും, നമുക്ക് ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിലും ചെറുതെങ്കിലും ഒരു വരുമാന മാർഗമാകും. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കത് പ്രയോജനം ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങൂ. ഞാൻ പറയുന്നു, നിങ്ങൾ ഇറങ്ങാനാണ് പറയുന്നത്. ഒന്നും മനപ്രയാസപ്പെടേണ്ട കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഇറങ്ങിയാൽ എങ്ങനെ പിന്നെ അവർക്ക് ചെയ്യണമെന്നുണ്ടെന്നുള്ളത്, വിജയിക്കുമോ എന്നുള്ളതെന്ത്. അങ്ങനെ ഒരു സങ്കോചമായിട്ട് നിങ്ങൾ ആരും വരണ്ട. ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം വിജയിപ്പിച്ചെടുക്കും. അത് ഞാൻ ലക്ഷ്യത്തിലെത്തുമെന്നുള്ള
നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഇറങ്ങും. പിന്നെ ഇട്ടിട്ട് നിർത്തിപ്പോകരുത്. അതാണ് പ്രശ്നം. എല്ലാവരും ഉണ്ടല്ലോ പെട്ടെന്ന് അവർക്ക് ഇത് റെഡിയാകണം, പെട്ടെന്ന് കാശ് കിട്ടണം, അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി ഇറങ്ങാതിരിക്കൂ. പെട്ടെന്ന് എനിക്ക് പിന്നെ കാശ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങണ്ട കേട്ടോ. നമുക്ക് കിട്ടും, നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്കത് കിട്ടിയിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. താങ്ക് യു.